കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും അടിമവേലയുടെയും കയ്പ് നീര് കുടിക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുള്ളത് ആ കയ്പിനകത്തുനിന്നും കണ്ണുനീരിനകത്തുനിന്നും ദൈവം നിങ്ങളെ അടുത്ത പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലെ നന്മ അനുഭവിക്കുവാനാണ്. അനുഭവിച്ചില്ലേ കുറെ കയ്പുകൾ, അനുഭവിച്ചില്ലേ കുറെ കണ്ണുനീരുകൾ? ദൈവം അത് കണ്ടിട്ടാ പറഞ്ഞത്. നാളുകളായി നിങ്ങൾ അനുഭവിച്ച കയ്പും കണ്ണുനീരും കണ്ടിട്ടാ പറഞ്ഞത്, മതി, നിന്റെ കയ്പിന് പകരം ഞാൻ പാലും തേനും. ഹല്ലേലൂയ, ആമേൻ. രണ്ടുമൂന്ന് വാക്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 15-23 വാക്യം. മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു, അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. മാറയിലേക്ക് വന്നപ്പോൾ, ആ പ്രദേശത്തിലേക്ക് വന്നപ്പോൾ കയ്പുള്ള വെള്ളം. നിങ്ങൾ ഈ കയ്പുള്ള വെള്ളം കുടിച്ചോ എന്ന് ദൈവം പറഞ്ഞില്ല. പക്ഷെ കുടിച്ചു നോക്കിയ ആളുകളെല്ലാം പറഞ്ഞു, ഇത് കഴിക്കുന്നല്ലോ. ശരിക്കും ദൈവം ആ കയ്പുള്ള വെള്ളത്തെ മധുരമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിച്ചത്. ദൈവം വെള്ളം കയ്പിച്ചു വെച്ചതല്ല. ഈ വെള്ളം ദൈവം നേരത്തെ കയ്പിച്ചു വെച്ചതല്ല, കയ്പുള്ള വെള്ളമായിരുന്നു അത്. പക്ഷേ അവിടെ തന്നെ അവർ നേരിട്ട, അല്ലെങ്കിൽ അവർക്ക് കുടിക്കാൻ പറ്റാതിരുന്ന ആ കയ്പുള്ള വെള്ളത്തെ ദൈവം മധുരമാക്കുവാൻ അടുത്ത് നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ദൈവം കണ്ടുവച്ചിരുന്നു. അതിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ ആ കയ്പ് മാറി മധുരമായി മാറി. സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത ഒത്തിരി കയ്പേറിയ അനുഭവങ്ങൾ മുമ്പിൽ വരും. എല്ലാം ദൈവം ചെയ്യുന്നതോ ദൈവം നടത്തുന്നതോ അല്ല, ശത്രു കൊണ്ടുവരുന്നത് കൊണ്ട് അല്ലാതെ ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ കണ്ടിട്ട് ദൈവത്തോട് പിറുപിറുക്കുകയല്ല, ദൈവമേ, എൻ്റെ ഈ കയ്പിനെ മധുരമാക്കുവാൻ നിനക്ക് കഴിയും, നീ എനിക്ക് വേണ്ടി അത് മധുരമാക്കി തരണമേ. ഞാൻ ആദ്യം പറഞ്ഞ ദൂതരേക്ക് ഞാൻ വരാം. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തെ അടിമവേല കൊണ്ട് ഫറവോ കയ്പാക്കി. കേട്ടോ ആ വാക്യം, പുറപ്പാട് പുസ്തകം 1-14 വാക്യം. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കയ്പാക്കി, കഷ്ടപ്പെടുത്തി, ഞെരുക്കി. ആഹാരമില്ല, സൗകര്യങ്ങളില്ല, പാർപ്പിടങ്ങളില്ല, അടിമവേല വർദ്ധിച്ചു വരിക, ഹെവി ഡ്യൂട്ടി കൊടുക്കുകയാണ്, ഓവർ ടൈം ജോലികൾ ചെയ്യണം, ശമ്പളമില്ല. അവരുടെ ജീവിതം കയ്പാക്കി മാറ്റി. അങ്ങനെ കയ്പ് കുടിച്ച് നാളുകളായി, കാലങ്ങളായി, വർഷങ്ങളായി കിടന്ന ഒരു തലമുറ, അവരോട് ദൈവം ഇറങ്ങി വന്നിട്ട് പറയുന്നൊരു വാക്കാണ് 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. മോശയോട് പറയുകയാണ്, എന്റെ ജനം കയ്പ് കുടിച്ച് കിടക്കുക. ഫറവോ അവരെ കയ്പിക്കുകയാണ്, കയ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ഭരണാധിപന്മാരും ദേശം ഭരിക്കുന്നവരും സർക്കാരും ജനത്തെ കയ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ ദൈവം അതിനകത്ത് സംസാരിക്കുന്നത് കേട്ടോണം. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവിയർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. നോക്കിയേ, ദൈവം പറഞ്ഞ വാക്ക് കണ്ടോ? ഫറവോ അവരുടെ ജീവിതം കയ്പാക്കിയിരിക്കുന്നു, അടിമത്തത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പക്ഷെ ദൈവം പറയാണ്, ഞാൻ അവർക്ക് പാലും തേനും കൊടുക്കും. ഹല്ലേലൂയ. ഇതാ വ്യത്യാസം. ഫറവോ കയ്പാണ് സമ്മാനിക്കുന്നത്. ലോകത്തിലെ ഫറവോമാർ, ഏകാധിപതികൾ, അഴിമതി നിറഞ്ഞ ഭരണങ്ങളൊക്കെ ആയിട്ട് സാധുക്കളായവരെ, പ്രതികരിക്കാൻ ശക്തിയില്ലാത്തവരെ അടിമപ്പെടുത്തി കയ്പാകുമ്പോൾ ഏറെ നാൾ അങ്ങനെ നിൽക്കില്ല. ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യും? രക്ഷയെ കാക്ഷിക്കുന്നവനെ അതിലാക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ പാലും തേനും ഒഴുകുന്ന ദേശം. ഹല്ലേലൂയ. എത്ര നാൾ കയ്പ് അനുഭവിച്ചത്? ഏറ്റവും നല്ല മധുരമുള്ള തേനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. എത്ര നാളാണ് അവർക്ക് ആഹാരമില്ലാതിരുന്നത്? ഞാൻ അവർക്ക് പാൽ കൊടുക്കാൻ പോകുക. പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കാത്തവർക്ക് ആ ദേശം ദൈവം പറയാൻ, ഞങ്ങൾക്ക് പച്ചവെള്ളം തരാൻ പോകുന്നത് പാലാണ് തരാൻ പോകുന്നത്. പക്ഷെ മാർഗമധ്യേ കയ്പുള്ള വെള്ളം കിടപ്പുണ്ട്, അതിനെയും മധുരമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ. ചിലരെ ദൈവത്തോട് പറയാറുണ്ട്, ദൈവമേ, ഈ പ്രോമിസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഞങ്ങൾ എത്ര നാൾ ഇറങ്ങി തിരിച്ചത്? പക്ഷെ പോകുന്ന വഴിക്ക് കയ്പുള്ള വെള്ളമാണല്ലോ. പിറുപിറുക്കരുത്. ആ കയ്പുള്ള വെള്ളത്തെയും ദൈവത്തിന് മധുരമാക്കാൻ നിമിഷം മതിയായിരുന്നു. ഹല്ലേലൂയ. ജീവിതത്തിന്റെ കയ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഈ സന്ദേശം കേൾക്കണമെന്ന് എനിക്കറിയാം. ഒത്തിരി കാരണങ്ങളാൽ. ഒന്നിൽ വീടിനകത്ത് തന്നെയുള്ള പ്രശ്നങ്ങൾ, കയ്പോടെ
ജീവിക്കുന്ന ആളുകൾ. കുടുംബത്തിനകത്ത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കുടുംബജീവിതം ആരംഭിച്ചതും ഇനി മക്കളെ കല്യാണം കഴിപ്പിച്ചതും മറ്റു പല കാര്യങ്ങളൊക്കെ കുടുംബത്തിനകത്ത് ചെയ്തതും ഒരുപാട് നന്മകൾ സമ്പാദിച്ചതും ഭവനം പണിതതും വാഹനം വാങ്ങിച്ചതെല്ലാം ഒരുപാട് സന്തോഷത്തിന്റെ, ഒരുപാട് ആനന്ദത്തിന്റെ ഒക്കെ ആഗ്രഹത്തോടു കൂടിയാണ്. പക്ഷെ അത് കൂടുതൽ കയ്പായി മാറിയ അനുഭവങ്ങളുണ്ട്. കൂടുതൽ കൂടുതൽ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് പറയാണ്, ശത്രു കയ്പിനെ വിതച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മധുരമാക്കുവാൻ ദൈവത്തിന് കഴിയും. ചിലരുടെ വീട് രോഗം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അത് അവരുടെ ശരീരത്തെ കയ്പാക്കുകയാണ്, കയ്പിനകത്തായി പോവുകയാണ്. നിങ്ങൾ നോക്കണം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ഹിസ്കിയാ രാജാവ് വളരെ കയ്പേറിയ അനുഭവത്തിൽ കടന്നുപോയി. അത് രോഗമായിരുന്നു, ക്യാൻസർ പോലുള്ള ഒരു രോഗം, ശരീരമൊക്കെ പഴുത്ത് വ്രണമാകുന്ന പരുവാകുന്ന രോഗം. ആ കൈപ്പേറിയ അനുഭവത്തെ കർത്താവ് ഒരു നോക്കണ വഴി ചെയ്തിരിക്കുന്ന അത്തിപ്പഴക്കട്ട കൊണ്ട് അതിന്റെ മുകളിൽ കൊണ്ടുവച്ചപ്പോൾ പിന്നീട് സൗഖ്യമായി. ഹിസ്കിയാ രാജാവ് പിന്നീട് പറഞ്ഞ വാക്യം ഇതൊന്ന് ശ്രദ്ധിച്ച്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യം 38-ാം അധ്യായം 17-ാം വാക്യം. ഹിസ്കിയാ രാജാവ് പറയാം, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. കണ്ടോ, എൻ്റെ ജീവിതം കയ്പായതിനാണ് എനിക്ക് ഭവിച്ചത്. അതിനൊരു പരിഹാരം യെശയ്യാ പ്രവാചകനോട് പറയുകയാണ്, നീ ചെന്ന് പറ, നിന്റെ ആയുസ്സിനോട് കൂടി ഞാൻ 15 സംവത്സരം കൂടെ ചേർത്ത് തരാൻ പോവുകയാണ്. എന്താ അവസാനം ഈ ദൂതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുപോയി അവന്റെ രോഗമുള്ള ഭാഗത്ത് വെക്കുകയായിരുന്നു. അത്തിപ്പഴം, അമ്മേൻ, ഒരു മധുരമുള്ള ഒരു പഴം കൊണ്ടുപോയി വെച്ച് സൗഖ്യമാക്കുകയാണ്. പക്ഷേ ഹിസ്കിയാവ് പറഞ്ഞത്, എൻ്റെ ജീവിതം കയ്പായി, അത്യന്തം കയ്പായെന്ന് ഭവിച്ചു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വചനങ്ങൾ വെച്ച് നിങ്ങളോട് ദൂത് ഞാൻ പറയാം. നിങ്ങൾ എവിടെയൊക്കെ കയ്പ് അനുഭവിച്ചു, എവിടെയൊക്കെ കയ്പ് മനസ്സോടെ ആണെങ്കിലും നിങ്ങൾ ഇറക്കേണ്ടി വന്നു, അനുഭവിക്കേണ്ടി വന്നു, ആ കയ്പ് അനുഭവിച്ചത് കൊണ്ട് ദൈവം നിങ്ങൾക്ക് ശ്രേഷ്ഠമായ മധുരം തരും, തേൻ തരും, അത്തിപ്പഴക്കട്ട തരും എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അനുഭവം ദൈവം നിങ്ങൾക്ക് കൊണ്ട് കരുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ നന്മ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. എന്നും ജീവിതം കയ്പല്ല, എന്നും കയ്പല്ല. പക്ഷെ ആ കയ്പനെല്ലാം മാറി. ഈ മൊർദെഖായി കയ്പോടെ കരഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത് എസ്തറിന്റെ പുസ്തകത്തിൽ. കയ്പോടെ കരഞ്ഞു. എന്നാൽ പിന്നീട് എഴുതിയിരിക്കുന്നത് ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി, മൊർദെഖായി കയ്പോടെ കരഞ്ഞു. 8-ാം അധ്യായം 15-ാം വാക്യം, എസ്തർ 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞ് ഭയങ്കരമായിട്ട് ശൂഷൻ പട്ടണം ആർത്തു. ആ കയ്പെല്ലാം മാറി അവർ അന്യോന്യ സമ്മാനങ്ങളും പലഹാരങ്ങളും ഒക്കെ അവര് ഷെയർ ചെയ്ത് ആനന്ദിച്ചു. കണ്ടോ എന്താ സംഭവിച്ചത്? കുറെ നാള് കയ്പിന്റെ കരച്ചിലായിരുന്നു, പക്ഷെ ഇപ്പോഴോ മധുരത്തിന്റെ ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ഇത് ചെയ്യും കേട്ടോ. ആമേൻ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഹല്ലേലൂയ. കയ്പായി തീർന്ന നിങ്ങളുടെ ജീവിതത്തെ മധുരമുള്ളതാക്കി മാറ്റും. ഫറവോ കയ്പാക്കി കളഞ്ഞ ഇസ്രായേൽ മക്കളെ, ദൈവത്തിന്റെ സ്വന്തം ജനത്തെ ദൈവം പറഞ്ഞു, വേണ്ട, ഇത്രയും കയ്പ് കുടിച്ചില്ലേ, ഇനി പാൽ ഞാൻ കൊടുക്കും, തേനും ഞാൻ കൊടുക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വചനം കുറിച്ചു വെച്ചോ. ദൈവം നിങ്ങൾ അനുഭവിച്ച കയ്പിന് തക്കവണ്ണം ഒരു മധുരം കരുതി വെച്ചിട്ടുണ്ട്. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കയ്പ് നേരിട്ടത്, കയ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നാൽ അതിനപ്പുറത്ത് ദൈവം കരുതുന്ന ഒരു മധുരം, ദൈവം കരുതുന്ന ഒരു സ്വസ്ഥത, ദൈവം കരുതുന്ന ഒരു സമാധാനം, ദൈവം കരുതുന്ന ഒരു സൗഖ്യം, ദൈവം കരുതുന്ന ഒരു വിടുതൽ, അത് നിശ്ചയമായി അവർക്ക് വേണ്ടി പ്രാപിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണമേ. ഈ ദൂത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ദൈവത്തിന്റെ സ്വസ്ഥത കൊണ്ടും സമാധാനം കൊണ്ടും എല്ലാ മാധുര്യമായ അനുഭവങ്ങൾ കൊണ്ടും നിറയ്ക്കട്ടെ. കുറെ പേർക്ക് ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതുപോലെയുള്ള പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന കുറെ ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാം അല്ലേ, അവർക്ക് ഈ മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്യണം. വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. അവരുടെ ജീവിതത്തെ ദൈവം മധുരമാക്കി മാറ്റും. God bless you. Have a wonderful day.